അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പോലെ കുറച്ച് ഹോട്ട് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്. മലയാളത്തിന് ഇപ്പോൾ ഹൊറർ സിനിമകൾ മാത്രം എടുക്കാൻ വലിയൊരു ഡയറക്ടർ ഉണ്ട്. അപ്പൊ അദ്ദേഹം പുതിയ സിനിമ കുറച്ച് ദിവസത്തിനുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരും. സിനിമയിൽ പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിക്കുന്നു. രാഹുൽ സദാശിവന്റെ പുതിയ സിനിമയിൽ എന്നുള്ളതാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്. മഞ്ജു വാര്യരാണ് കോസ്റ്റാർ ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ മിക്കവാറും നമ്മൾ ഇനി വേറൊരു തരത്തിലുള്ള ഹൊറർ സിനിമ കാണാനാണ് ചാൻസ്. വേഗം വരട്ടെ. അതെ, അത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ, പിന്നെ വൈനോട്ട് സ്റ്റുഡിയോസും കൂടിയിട്ടായിരിക്കും അത്. എന്തായാലും പടം വരുന്നതിന്റെ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. നമ്മളന്ന് DSLR ചെയ്തതാണ്. പിന്നെ സന്തോഷ് ട്രോഫിയുടെ ഷൂട്ടിന് ശേഷമായിരിക്കും നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പാട്രിയറ്റ് റിലീസ് ഡേറ്റ് ഒക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. പടത്തിന്റെ റിലീസിന് ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇപ്പൊ തിയേറ്ററിന്റെ റവന്യൂ ഷെയറിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് വന്നത്. തിയേറ്റേഴ്സ് ഒന്നും അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇഷ്യൂ. പക്ഷെ അത് ഓൾമോസ്റ്റ് സമയം സോൾവ് ആവും. നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ബഡ്ജറ്റിന്റെ കാര്യം. അതായത് ഇപ്പൊ വന്നതിൽ ബഡ്ജറ്റാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. കാരണം 140 CR എന്നൊക്കെയാണ് ആൻഡ്രൂ ജോസഫ് പറഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു ബഡ്ജറ്റ് തന്നെയാണ്. അത് ഒഫീഷ്യൽ കണക്ക് നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും ബഡ്ജറ്റ് കൂടി 3ാമത്തെ സിനിമ അതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു സോങ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ചാക്കോബന്റെ കൂടിയുള്ളത്. പറഞ്ഞ പോലെ തന്നെ അപ്പൊ അതിലും ആ ഒരു വിഷ്വൽസ് കാണുമ്പോൾ അത്ര നല്ല ഗ്രാൻഡിയർ ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അടുത്ത ദൃശ്യം 3 ടീസർ ഈ വരുന്ന മാർച്ച് 18 ഇറങ്ങാണ്. കാരണം 19 അടുത്ത സിനിമ റിലീസ് ആവുകയാണല്ലോ. അപ്പൊ മാർച്ച് 19 ടീസർ വരുന്നുണ്ട്. 1 മിനിറ്റ് 44 സെക്കൻഡ് ടീസർ ഡ്യൂറേഷൻ വരുന്നത്. അപ്പൊ എന്താണ് അതിൽ ചെയ്ത് വെച്ചിട്ടുള്ള എന്നുള്ള സംഭവം നമുക്ക് അറിയാം. അപ്പൊ പെരുന്നാൾ റിലീസ് ആയിട്ടുള്ള സിനിമകളിൽ നമുക്ക് ഇന്റർവെല്ലിന് ചിലപ്പോൾ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പൊ അടുത്ത് നമ്മൾ പറയുന്നത് ബാച്ചിലർ പാർട്ടി DXന്റെ, അതായത് ബാച്ചിലർ പാർട്ടിയുടെ സെക്കൻഡോ അല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് വരുന്ന സിനിമയുടെ റിലീസ്. പൂജ റിലീസ് ആയിരിക്കും ഒക്ടോബർ എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. അമൽ നീരദ്, നസ്ലൻ തുടങ്ങിയിട്ട് വലിയൊരു താരനിരയുള്ള. അപ്പൊ ആ സിനിമ ബാച്ചിലർ പാർട്ടിയുടെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ ബാച്ചിലർ പാർട്ടി എന്നുള്ള ഒറിജിനൽ പടം ഒരു സമ്മിശ്രമാണെന്നുണ്ടെങ്കിൽ കൂടെ അതിന് പ്രത്യേകിച്ച് ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്. ആ സിനിമ ഓരോ ക്യാരക്ടേഴ്സിനും ഫാൻ ഫോളോയിങ് ഉണ്ട്. അടുത്ത അപ്ഡേറ്റ് വാരണാസിയുടെ നെക്സ്റ്റ് ഷൂട്ട് വരുന്നത് അന്റാർട്ടിക്കയിലാണ്. ഇതാണ് ഒരു അപ്ഡേറ്റ്. അതുപോലെ തന്നെ റീസെന്റ് നമ്മള് വാരണാസിയുടെ ഷൂട്ടിങ്ങിന്റെ പോർഷൻ അത് ചിരഞ്ജീവിയുടെ സ്റ്റുഡിയോ നാഗാർജുന. അത് റീസെന്റ് ആ സംഭവം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വണ്ടർ അടിച്ചു പോയി. നമ്മള് തിയേറ്ററിൽ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഒരു എന്താ പറയാ ഇപ്പൊ ഇന്ന് അവരൊരു ഹോളിവുഡ് സ്റ്റുഡിയോ ആയിട്ട് പുതിയതായിട്ടൊരു കൊളാബറേഷൻ കൂടി ഇന്നലെ ഒരു വാർത്ത വാരണാസിക്ക് വേണ്ടി മാത്രമായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡിയോത്തെ ആൾക്കാർ ആ സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ വിഷ്വലൈസേഷന്റെ കാര്യം പറഞ്ഞത് അവര് അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടില്ല എന്നുള്ളത്. അവർക്ക് ആ ടീച്ചർ കാണിച്ചു. അതന്നെ. അല്ല, നമ്മളിപ്പോ കണ്ടത് ഒരു യുദ്ധാണ്. അതെ അതെ. അടുത്തത് അല്ലു അർജുൻ ഉനിക്കു, അതായത് അല്ലു അർജുൻ അല്ലി പടത്തിന്റെ ഒരു അപ്ഡേറ്റ് ഈ വരുന്ന April 8 അല്ലു അർജുന്റെ ബർത്ത്ഡേ അന്ന് വരുന്നതാണ്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സിനിമയുടെ ടീസർ അല്ലെങ്കിൽ ഗ്ലിംസ് ആയിരിക്കും. അതിൽ തന്നെ പടത്തിന്റെ ടൈറ്റിലും ഉണ്ടാവും, വിത്ത് റിലീസ് ഡേറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ പുഷ്പക്ക് ശേഷം അല്ലു അർജുന്റെ പടം, അതും അല്ലിയുടെ പടം, അതും നമ്മൾ ആ കണ്ടൊരു ഗ്ലിംസ് ഉണ്ടല്ലോ, ഒരു ടെസ്റ്റ് ഷൂട്ട് ഗ്ലിംസ് ഉണ്ടായിരുന്നല്ലോ, അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. സാഹിബ് ഭയങ്കര കിടന്ന് മരിച്ചവനെ എടുത്തോണ്ടിരിക്കണതിന്റെ വേണ്ടിയിട്ട് നമ്മൾ വലിയ രീതിയിൽ അത്ഭുതപ്പെടാൻ പോകുന്ന തരത്തിലുള്ള ഒരു ഗ്ലിംസ് ആയിരിക്കും അത് എന്നാണ് എല്ലാവരും പറയുന്നത്. മൊത്തത്തിൽ അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഒക്കെ ഉണ്ട്. പിന്നെ അതാണല്ലോ ഒറിജിനൽ ആയിട്ട് ആദ്യം ഈ സ്റ്റുഡിയോ വന്നത് ശരിക്കും. അരസൻ ഇതുപോലെ തന്നെ ഷൂട്ടിന് ചെറിയ ഇഷ്യൂ ആയിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷെ പടത്തിന്റെ ഷൂട്ട് സെക്കൻഡ് ഷെഡ്യൂൾ ഇതിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഷെഡ്യൂൾ അന്ന് നമ്മൾ അപ്ഡേറ്റ് പറഞ്ഞ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പോയിക്കൊണ്ടിരിക്കുന്ന ഷേവ്ഡ് ആയിട്ടുള്ള ലുക്ക്. പുള്ളിക്കാണെങ്കിൽ അടുത്തടുത്ത കമ്മിറ്റ്മെന്റ്സും ഉണ്ട്. കാരണം 51 ഒക്കെ ഇപ്പൊ 1 ഇയർ ആയിട്ട് ശരിക്ക് റിലീസ് വന്നിട്ട് ഇപ്പൊ എത്രയായി ശരിക്കും ആളുടെ. തഗ് ലൈഫ് ആണ് ലാസ്റ്റ് ഒരു അഭിനയിച്ച പടം. അതാണെങ്കിൽ മോശം നായകനായിട്ട് മാനാടാണോ? അല്ലല്ല, നമ്മുടെ വെന്തുതനിത് വീട്ടിലേക്കാണല്ലേ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ മുമ്പ് ഉള്ള സിനിമകൾ ഇപ്പൊ ഓൾറെഡി കമ്മിറ്റ്മെന്റ്സ് പാർക്കിങ്ങിന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു സിനിമയാണ്. ഇതില് അശ്വന്റെ സിനിമയുടെ കാര്യത്തില് സന്താനം അതെ കോംബോ വരുന്നതിന്റെ ഒരു കാര്യമാണ്. കാരണം അശ്വത്തിന്റെ അവസ്ഥ നോക്കുമ്പോ പുള്ളിയുടെ പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു. അയാൾക്കും വെയിറ്റ് ചെയ്യുന്നതിന്റെ ഒരു പരിധി ഉണ്ട്. കാരണം അയാൾക്കും ഫ്യൂച്ചർ കമ്മിറ്റ്മെന്റ്. അതെ, കാരണം അയാൾക്ക് ഇപ്പൊ ഇവൻ ഇത് കഴിഞ്ഞിട്ട് സൂര്യ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പൊ ഓൾറെഡി വെട്ടർമാരുടെ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ചീത്തപ്പേരാണ്. കാരണം നമ്പർ ഓഫ് ഡേ ഷൂട്ട്സ്
ഒരു മര്യാദ അല്ലാണ്ട് എടുത്ത് പോവാൻ. സിനിമയെ പറ്റി അഭിപ്രായം പറയാം, കാരണം അയാൾക്കൊരു ഫാൻ ബേസ് ഉണ്ട്. അയാളുടെ സിനിമ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾക്ക് മാത്രമേ പുള്ളി ശ്രദ്ധിക്കുള്ളൂ, ഡയറക്ടർ ശ്രദ്ധിക്കില്ല. ഇഷ്ടംപോലെ എടുത്ത് പോവുക, വിത്തൗട്ട് സ്ക്രിപ്റ്റ് എടുത്ത് പോവാ. അത് അപ്പോ അറസൻ ഷൂട്ട് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. മെയ് ആവുമ്പോഴേക്കും എന്തായാലും അശ്വതിന്റെ പടം ഷൂട്ടും തുടങ്ങുന്ന ഉറപ്പാണ്. അടുത്തത് നമ്മളെ ഋതിക് റോഷന്റെ പുതിയ സിനിമയുടെ അപ്ഡേറ്റ്. സിനിമയിൽ ഇപ്പൊ കേൾക്കുന്നത് നമ്മുടെ ദാക്കുമാരാജിന്റെ ഡയറക്ടർ ബോബി കൊല്ലിയുടെ ഒരു പ്രൊജക്ട്. ഋതിക് ഒരു കഥ കേട്ടിട്ട് വളരെ ഇഷ്ടമായി, ഒരു മാസ് കമേഴ്ഷ്യൽ എന്റർടൈനർ, അതിലിപ്പോ ഒരു സംശയവും ഇല്ല, എന്തായാലും അതായിരിക്കും. അപ്പൊ ആ സിനിമ ഓൺ ആവുകയാണെങ്കിൽ തന്നെ അത് മൈത്രി മൂവി മേക്കേഴ്സ് ആയിരിക്കും അത് പ്രൊഡക്ഷൻ വരിക. അങ്ങനെ ഒരു സംഗതി കേൾക്കുന്നുണ്ട്. അത് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയാ, കമേഴ്ഷ്യലിന്റെ അതും തമൻ തന്നെ മ്യൂസിക് അത് ഭയങ്കര രസമായിരിക്കും. അതെ, കാരണം നമുക്ക് ഡാക്കുമാരാജ് പറയുമ്പോ കേരളത്തിലൊക്കെ അത്ര ഫാൻ ബേസ് ഉള്ള പടമാണ്. അത് പലരും റോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് മലയാളികൾ കമന്റ് കേട്ടിട്ട് അത് ഡിലീറ്റ് ആക്കി പോയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ പടത്തിന് ഭയങ്കര ഫാൻ ഫോളോയിങ് ഉണ്ട്. അപ്പൊ മൈത്രി മൂവി മേക്കേഴ്സിന്റെ കാര്യം പറയുമ്പോ അവരിപ്പോ തെലുങ്ക് എന്നുള്ളത് വിട്ടിട്ട് അവര് ഇന്ത്യൻ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ട്, കാരണം അവരിപ്പോ തമിഴിൽ തന്നെ ഓൾമോസ്റ്റ് 10 ആക്ടേഴ്സിനെ പടം ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഹിന്ദിക്കും വരികയാണ്, ഫ്യൂച്ചറിൽ മലയാളത്തേക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.